శ్వాస తీసుకుంటూ తలాని క్లాక్ వైజ్ తిప్పండి. श्वास वदलतू तलानी किंदक्की तीसुकोरंडी. श्वास भरते हुए सामान्य स्थिति में आइए. ഒരു ഭൂമി ഒരാരോഗ്യമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനം കടന്നുപോകുന്നത്. ശരീരത്തിനൊപ്പം മനസ്സിനെയും ഒന്നിച്ചു ചേർത്ത് ധ്യാനത്തിലൂടെ ആരോഗ്യത്തിലേക്ക് ഒരു കൂപ്പുകൈ ദൂരം. श्वास भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితిలో రండి. విశ్రామం చేయండి. പതിവ് പോലെ രാജ്യവ്യാപകമായി വിപുലമായി തന്നെ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. വിശാഖപട്ടണം RK ബീച്ചിലെ പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. दुर्भाग्य से आज पूरी दुनिया किसी न किसी तनाव से गुजर रही है. कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है. ऐसे में योग से हमें शांति की दिशा मिलती है. ഇന്ത്യൻ നേവിയുടെ കപ്പലിൽ നാവികസേനാ ഉദ്യോഗസ്ഥരും യോഗാഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം വരുന്ന ആദ്യ യോഗാ ദിനത്തിൽ ഉദ്ധംപൂരിൽ ജവാന്മാർക്കൊപ്പമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗ ചെയ്തത്. യോഗാ ദിന സന്ദേശത്തിൽ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും രാജ്നാഥ് സിംഗ് നൽകി. हमने न केवल उनके मंसूबों को विफल किया है ऑपरेशन सिंदूर के माध्यम से, बल्कि ऐसी जवाबी कार्रवाई की कि पाकिस्तान को घुटने टेकने पड़े और तब जाकर कहीं ऑपरेशन सिंदूर को हमने अल्प विराम दिया है. ഡൽഹിയിൽ മാത്രം 120ഓളം കേന്ദ്രങ്ങളിലാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. വിവിധയിടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പ്രമുഖരും യോഗാഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി. ഹരിയാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിക്ക് യോഗാ ഗുരു ബാബ രാംദേവ് നേതൃത്വം നൽകി. അതിർത്തി രക്ഷാസേനയുടെ നേതൃത്വത്തിൽ 14,000 അടി ഉയരത്തിൽ ലഡാക്കിലെ പാങ്കോങ് തടാകക്കരയിലും യോഗാഭ്യാസ പ്രകടനം നടന്നു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.